തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് സഹോദരൻ ബ്ലസൻ കുര്യൻ, ബഹ്റൈൻ. ദൈവനാമത്തിന് മഹത്വം. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസ്സുകളെപ്പോലെ പ്രകാശിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയിലെ വിശുദ്ധന്മാരോട് പറയുകയാണ്, നിങ്ങൾ ജ്യോതിസ്സുകളെപ്പോലെ പ്രകാശിക്കുന്നു. പ്രകാശിക്കണം എന്ന് പറയിപ്പിക്കാൻ ഇട നൽകാതെ ഫിലിപ്പിയർ പ്രകാശിക്കുന്നു. എന്താ അതിന്റെ അടിസ്ഥാനം? ജീവന്റെ വചനം പ്രമാണിക്കുന്നു എന്നാണ് നാം ആ വാക്യത്തിൽ നിന്ന് വായിച്ചത്. ജീവന്റെ വചനമാണ് അതിന്റെ അടിസ്ഥാനം. ചില യാഥാർത്ഥ്യം നമുക്ക് ഒന്ന് നമ്മോട് തന്നെ ചോദിക്കാം. ദൈവവചനത്തോടുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയുണ്ട്? ദൈവവചനം വായിക്കണം. വായിച്ചാൽ മാത്രം പോരാ, പിന്നെ ഫിലിപ്പിയർ പ്രമാണിക്കുന്നു. നാം പ്രമാണിക്കുന്നുണ്ടോ? മൂന്നാമത്തെ ചോദ്യം, ജീവന്റെ വചനം നമ്മിലൂടെ ജീവിക്കുന്നുണ്ടോ? ജീവന്റെ വചനം നമ്മിലൂടെ പ്രകാശിക്കുന്നുണ്ടോ? അഞ്ചാമതൊരു ചോദ്യം, ജീവന്റെ വചനം നമ്മെ ഭരിക്കുന്നുണ്ടോ? യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 68-ാമത്തെ വാക്യം, നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കൽ ഉണ്ട്. ജീവന്റെ വചനമൊഴികൾ അഥവാ നിത്യജീവന്റെ വചനം. ആ വചനം വിട്ടുപോകാൻ മടിക്കുന്ന ശിഷ്യഗണത്തെ നമുക്ക് യോഹന്നാൻ 6:68 നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:4 വരുമ്പോൾ, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചം ആയിരുന്നു. എന്തുമാത്രം നമ്മുടെ കർത്താവിനോട് പറ്റിയിരിക്കുന്നുവോ, എന്തുമാത്രം ദൈവവചനത്തിൽ ഉറ്റിരിക്കുന്നുവോ, ആ ദൈവവചനത്തിൽ ആണ്ട് കിടക്കുന്നുവോ, അഥവാ നിത്യജീവന്റെ വചനമൊഴികൾ ഉള്ള കർത്താവിൽ, അവന്റെ ജീവവചനത്തിൽ പ്ലഗ് ചെയ്തിരിക്കുന്നുവോ, അത്രയധികം ശോഭയും പ്രകാശവും നമ്മിൽ നിന്ന് ഈ ലോകത്തിൽ വ്യാപിക്കുകയും പ്രകാശിക്കുകയും പരക്കുകയും ചെയ്യും. ജ്യോതിസ്സുകളെപ്പോലെ ഫിലിപ്പിയർ പ്രകാശിച്ചതുപോലെ ഞാനും പ്രകാശിക്കും. ജീവന്റെ വചനം എന്ത് വില കൊടുത്തും പ്രമാണിക്കും എന്ന് ഇന്ന് നമുക്ക് തീരുമാനിക്കാം. യോഹന്നാൻ 1:5 വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഇരുട്ട് അകലുന്ന ഒന്നാണ്,
എന്തുണ്ടെങ്കിൽ വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ട് അകലുന്ന ഒന്നാണ്. ഈ അന്ധകാര ശക്തികൾ നടമാടുന്ന അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ വെളിച്ചം ആവശ്യമുണ്ടോ? തീർച്ചയായും ഉണ്ട്. ഫിലിപ്പ് ലേഖനം 2:15 ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: അവരുടെ ഇടയിൽ. എങ്കിൽ ഇരുൾ നിറഞ്ഞ ലോകത്തിൽ ജ്യോതിസ്സുകളെ പോലെ ഉയരത്തിൽ നിന്ന് പ്രകാശിച്ചുകൊണ്ടിരിക്കാം. കർത്താവിലും അവന്റെ ജീവവചനത്തിലും ഉറ്റിരുന്ന് ശ്രദ്ധയോടെ പ്രമാണിച്ചുകൊണ്ട് നമുക്ക് അവനായി ജീവിക്കാം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.